ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. മലയാള സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാൽവെപ്പാണ് അറ്റ് എന്ന ഈ ഒരു ചിത്രം. തീർച്ചയായിട്ടും സോഷ്യൽ റെലവെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് എന്താണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആകാശ്. ആൻഡ് ഇവരെ ജോയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ 3 decades ആയിട്ട് ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഷാൽചേട്ടനെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയിൽ ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ക്രൂവിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത്. സോ ചേട്ടനും ഈ ഒരു സിനിമ ചേട്ടന്റെ കഴിഞ്ഞ 30 years ഓഫ് സിനിമയിൽ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് ഇവരോടൊപ്പം തന്നെ സിനിമയിലെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നായിക ജൂൺ, അതുപോലെ തന്നെ മണിയറയിലെ അശോകൻ, കുറുപ്പ് എന്നീ ചിത്രത്തിലൂടെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നയന എൽസയാണ് അടുത്തതായി നമ്മളെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നയന, പ്ലീസ് ജോയിൻ us on the stage. Yes, the very gorgeous Naina is here. And next I would like to welcome a very special person. ഇദ്ദേഹത്തെ ഒരൊറ്റ ബ്രാൻഡിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സിനിമാ ഭ്രാന്തൻ. യെസ്. സോ നമ്മുടെ സ്വന്തം സാജിദ് യഹ്യയാണ് ഈ വേദിയിലേക്ക് ഞാൻ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. സോ ഹി ഈസ് എൻ എക്സ്യൂബറന്റ് ആർട്ടിസ്റ്റ്, ഒരു ഡയറക്ടറാണ്, റൈറ്ററാണ്. ഇപ്പോൾ സാജിക്ക് വേദിയിലേക്ക് വിത്ത് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓക്കെ, സോ സാജിക ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇനി നേരെ ഫെലിസിറ്റേഷൻ സെറമണിയിലേക്ക് തന്നെ കടക്കാം. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം the DOP of the film, Ravichandran sir, onto the stage. ഞാൻ പേരുകൾ വിളിക്കുന്ന അനുസരിച്ച് നിങ്ങളൊന്ന് റെഡി ആയി നിൽക്കുകയാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി അവോയ്ഡ് ദ ഡിലേ. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് ദ ഫിലിം. ആക്ച്വലി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2 ടീമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതിലൊരു ടീമായിട്ടുള്ള 4 മ്യൂസിക്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ 4 മ്യൂസിക്സിനെ റെപ്രസെന്റ് ചെയ്ത് എത്തിയിരിക്കുന്ന ജിം, വിപി ആൻഡ് എൽദോസിനെയാണ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സോ ഹിയർ വി ഹാവ് ദ DOP ഓഫ് ദ ഫിലിം രവിചന്ദ്രൻ, ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ജിം, വിപി ആൻഡ് എൽദോസ് ജോയിനിങ് us here on the stage. അടുത്തതായി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. ഐ വെൽക്കം ദ പ്രൊഡക്ഷൻ കൺട്രോളർ ഓഫ് ദ ഫിലിം, പ്രശാന്ത് നാരായണൻ. Along with him, the Chief Associate Director, A.K. Rajleesh. The Chief Associate Director, A.K. Rajleesh. Project Designer, N.M. Badusha. Baduka, please come on to the floor. And the Creative Director, Regis Anthony. VFX, Sharath Vinu. Colorist, Sujit Sadashivan. The colorist, Sujit Sadashivan. Sound designing, Dhanush Nayanar. Sound mixing, Anand Ramachandran. ആൻഡ് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സിനിമയ്ക്ക് ലിറിക്സ് എഴുതിയിരിക്കുന്ന 2 പേർ, അതിലൊരാൾ ജിസ് ജോയ് സാറും, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടർ ആയിട്ടുള്ള ജിസ് ജോയ് സാറും, അതുപോലെ തന്നെ ഇപ്പോൾ മലയാളത്തിൽ ഒരുപാടധികം വൈറൽ ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന വിനായക് ശശികുമാറാണ്. സോ ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ, അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഗസ്റ്റുകൾ എല്ലാവരും ഓരോരുത്തരായി എത്തിച്ചേരുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ശോഭ വിശ്വനാഥ്, ശോഭ ചേച്ചി ഇതാ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്. Next, I would like to welcome the makeup artist of the film, Ranjit Ambadi. ADR engineer, Ananda Krishnan. Costumes of At is done by Rose Regis. So Rose ne kudi vedilekku swagatham cheyidukolunu. And the art director, Arun Mohanan.
ആർട്ട് ഡയറക്ടർ അരുൺ മോഹനനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Along with the associate director of the film, Prakash R. Nair. Next we have the associate director of the film, Jibin Paulo Saji. സിനിമയിലെ ആക്ഷൻ is choreographed by Kanal Kannan. Kanal Kannane വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. And stills, Jeffin Bijoy. Jeffin, I welcome you onto the stage. Line producer of the film, Jai Krishnan. And next നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് സിനിമയുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സിനെയാണ്. First, let me start with Mr. Baiju Varghese, Managing Director of Mountain Shadows, Wayanad. I welcome Mr. Baiju Varghese onto the floor. And Shyama Dynamics, Triumph Motorcycles Private Limited, Kochi. Shyama Dynamics, Triumph Motorcycles Private Limited, Kochi. And the digital accessory support, FAO, Find Apple Online. The representative of their digital accessory support, FAO, Find Apple Online. And the location partners, Bhavna Thomas, APS Group. I welcome Ms. Bhavna onto the stage. And the overseas partner, Cyber Systems Australia. Overseas partner, Cyber Systems Australia. And distribution partner, Hyacinth Global Ventures. And the location partner, Bhavna Thomas, APS Group. I welcome Ms. Bhavna onto the stage. And the distribution head, Bonnie Asanar. The distribution head, Bonnie Asanar. And the marketing head, Jibin Joy. I would also like to welcome the PRO of the film, P. Shivaprasad, onto the stage. So നമുക്ക് വലിയൊരു കൈയടി കൊടുക്കാം. ഇതാണ് അറ്റ് എന്ന സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന ക്രൂ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചു കൊള്ളുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അറ്റ്. താങ്ക് യു ഫോർ ജോയിനിങ് us. You may please join the audience. Thank you. യെസ്, അടുത്തതായി നമ്മൾ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആൻഡ് ലാമ്പ് ലൈറ്റിങ്ങിനായി നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാടധികം വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു പറ്റം ക്രിയേറ്റേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയാണ് ഞാൻ ഒരുപാട് റെസ്പെക്റ്റോട് കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ വെറ്ററൻ ഡയറക്ടർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിബി മലയിൽ സർ. സിബി സർ, പ്ലീസ് കം ഓൺ ടു ദ ഫ്ലോർ. And along with him, may I welcome B. Unnikrishnan sir, the director, writer and distributor. ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് അറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ത്രില്ലർ മൂവീസിന്റെ മാസ്ട്രോ നമ്മുടെ സ്വന്തം ഷാജി കൈലാസ് സാറും അവിടെ ഉണ്ട്. സർ, പ്ലീസ് ജോയിൻ us. Along with him, ഈ സിനിമയില്
sorry, and along with him may I welcome നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ ചേട്ടൻ. ഷാജോൺ ചേട്ടാ, I welcome you onto the floor. And here we have the director Ajay Vasudevan. Ajay ചേട്ടാ, ചേട്ടനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. And ഇവരെ ജോയിൻ ചെയ്യുന്നു the producers Maha Subir and Sandeep Seban. സോ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് സർ നമുക്കിനി ഐശ്വര്യമായിട്ട് ലാമ്പ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് കടക്കാം. ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ ഇൻവൈറ്റീസിനോടും ഞാനൊന്ന് പറയണം. കാരണം നമ്മളിനി നേരെ തന്നെ CD പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. സോ ഇവരെ വേദിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇക്ക അവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയം നസീർ നസീറിക്ക നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. കാരണം നമ്മൾ CD പ്രകാശനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആൻഡ് അഷ്കർ സൗദാൻ അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മുടെ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള ഒരു വേഷം ചെയ്ത ഷാജി ചേട്ടൻ ആൻഡ് ആകാശ് സെൻ സിനിമയിലെ ആർട്ടിസ്റ്റുകളാണ്. And along with them may I invite Miss Lissy Fernandez also onto the stage. And may I invite Father Anil Philp onto the stage. And we have the producer Carlton Karunagaran joining us here on the stage. So നമ്മുടെ ഇൻവൈറ്റീസ് എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ഇന്നത്തെ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഒഫീഷ്യൽ ഫംഗ്ഷൻ ആയിട്ടുള്ള അറ്റ് എന്ന സിനിമയുടെ CD പ്രകാശനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റ്, അറ്റിന്റെ ഡയറക്ടർ എല്ലാവരും വേദിയിലെത്തിയ സ്ഥിതിക്ക് നമുക്കിനി ഐശ്വര്യമായിട്ട് അറ്റ് എന്ന ഈ ചിത്രത്തിന്റെ CD പ്രകാശനത്തിലേക്ക് കടക്കാവുന്നതാണ്. Ladies and gentlemen, please give a big round of applause. Thank you so much. ഇനി എല്ലാവർക്കും ഓഡിയൻസിനെ ജോയിൻ ചെയ്യാവുന്നതാണ്. യെസ്, അപ്പൊ നമ്മൾ എന്തായാലും ഒഫീഷ്യലി CD ഇതാ റിലീസ് ചെയ്തിരിക്കുകയാണ്. CD റിലീസ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അറ്റിലെ സോങ്സ് കേട്ടാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി അറ്റ്.
ശിവ സോങ് എന്ന് പറയുന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇവരെല്ലാം നമ്മുടെ ഇൻവൈറ്റീസ് എല്ലാവരും താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാജോൻ ചേട്ടനെ കൊണ്ടും ഷാജു ചേട്ടനെ കൊണ്ടുമാണ് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം. സോ അവരുടെ കയ്യിലേക്ക് ആ റിമോട്ട് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുവാണെങ്കിൽ, അവർ ആ ഒരു പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ആദ്യത്തെ സോങ് ആയിട്ടുള്ള ശിവ സോങ് നമുക്കിതാ ഇവിടെ ആസ്വദിക്കാവുന്നതാണ്. ഷാജു ചേട്ടാ ആൻഡ് ഷാജോൻ ചേട്ടാ, പ്ലീസ് ഡു ദി ഓണേഴ്സ്. അല്ല ചേട്ടാ, ഷാജു ചേട്ടാ, യു കൻ ബി സീറ്റഡ് ദേർ. കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരുന്നോളൂ. അവിടെ കൊണ്ടുവന്ന് നമ്മൾ എന്തായാലും റിമോട്ട് കൈമാറുന്നതായിരിക്കും. സോ വിനായക് ശശികുമാർ ആണ് ശിവ എന്ന ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത്. സോ വിനായക് ചേട്ടൻ എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ഡ്യൂ ടു ഹിസ് ബിസി സ്കെഡ്യൂൾസ്. സോ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം സോങ്ങിന്റെ ആദ്യത്തെ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാൻ പോകുന്നത് ഷാജു ചേട്ടനും ഷാജോൻ ചേട്ടനും ഒന്നിച്ചായിരിക്കും. ആൻഡ് യെസ്, ഇക്കയുണ്ട് അവിടെ, കോട്ടയം നസീർ ഇക്ക കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ 3 പേരും ചേർന്ന് ആ ഒരു പാട്ട് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ദാ റിമോട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഒരു പ്രസ് ബട്ടൺ ഞെക്കിയാൽ മാത്രം മതി. ആക്ച്വലി ആദ്യത്തെ സോങ് ആയിട്ടുള്ള ശിവ സോങ് നമുക്ക് വേണ്ടി ഇതാ ഈ ഒരു LED വോളിൽ വരുന്നതായിരിക്കും. നല്ലൊരു സോങ് അല്ലേ? ഒരുപാട് എന്താ പറയാ, ഒരു റേജ് ആൻഡ് ഇമോഷൻസ്, ഒരു സൈബർ ക്രൈം ത്രില്ലറിന്റെ എല്ലാവിധ ഇമോഷൻസും ആ ഒരു സോങ്ങിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുപോലെയുണ്ട്. എന്തായാലും ഇത് ഇവിടെ കണ്ടപ്പോ ഇതിനി ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട് വി കാൺ വെയിറ്റ്. പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ കൈഡിയാണ്. ഓൾറൈറ്റ്, ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ 2 വ്യക്തികളെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. കോമഡി റോൾസും അതുപോലെ തന്നെ സീരിയസ് റോൾസും എല്ലാം ഏത് ചെയ്താലും, ഇവർ ഏത് റോൾ ചെയ്താലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്താ, ഒരുപാട് വർഷങ്ങളായിട്ട് പല 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 വേഷത്തിൽ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒക്കെ വന്ന് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള 2 ആക്ടേഴ്സ് ആണ് അടുത്തതായി ഈ വേദിയിലേക്ക് വന്ന് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ പോകുന്നത്. എന്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇവർ 2 പേരും. സോ വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കോട്ടയം നസീർ ആൻഡ് കലാഭവൻ ഷാജോൻ. നിങ്ങൾ 2 പേരും അവർ തന്നെയാണോ എന്ന് ഞെട്ടിയിരിക്കുകയാണ്. ലാസ്റ്റ് വീക്ക് വരെ നസീറിക്കെ ഞാൻ കണ്ടു, ഈ വീക്ക് കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഇവന്റിലൂടെ ആ ഒരു വിഷമം എനിക്ക് മാറിയിക്ക. ഐ എം വെരി ഹാപ്പി നിങ്ങൾ 2 പേരും വന്നതിൽ. ഇപ്പൊ 2 പേരും പറയില്ലേ? എല്ലാവർക്കും നമസ്കാരം. 94 മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഷാജു ഞാനൊക്കെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 10-30 കൊല്ലമായി കുറേ സിനിമകളിൽ ഞങ്ങൾ അഭിനയിച്ചു. ഇന്നൊരു വലിയ സന്തോഷകരമായ നിമിഷമാണിത്. ഷാജുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിനയ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു വേഷമാണ് ഈ സിനിമയിൽ. അതിന് അങ്ങനെ ഒരു വേഷം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മനസ്സ് കാണിച്ച് ഡോൺ മാക്സിന് നന്ദി പറയുകയാണ്. ഒപ്പം ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഈ സിനിമയ്ക്ക് ശുക്ർ മേടിക്കട്ടെ. ശുക്ർ മേടിക്കട്ടെ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അഭിനയിച്ച ശുക്രൻ സിനിമയും കൂടെ റിലീസ് ആവുന്നുണ്ടോ? രണ്ടും കൂടെ ഒറ്റയടിക്ക് നടക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു സമയത്ത് മലയാള സിനിമ സംവിധായകൻ്റെയോ അല്ലെങ്കിൽ അതിലെ പ്രധാന നടൻ്റെയോ പ്രൊഡ്യൂസറിൻ്റെയോ പ്രൊഡക്ഷൻ കമ്പനിയുടെയൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി മലയാള സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ അതാരാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരാണ്, എഡിറ്റർ ആരാണ്, ഇതെല്ലാം നോക്കിയിട്ട് ക്യാമറ DOP ആരാണെന്നൊക്കെ നോക്കിയിട്ട് മലയാളികൾ സിനിമ കാണുന്നൊരു കാലമാണ്. മലയാള സിനിമ വളർന്നതോടൊപ്പം മലയാളികളെയും സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മലയാളികളെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ തപ്പിപ്പിടിക്കാൻ ഒരു സിനിമ അവരുടെ മനസ്സിലേക്ക് അത്രത്തോളം എത്തിച്ച ഒരുപാട് ഗംഭീര ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
അതിന് ഒരു പ്രചോദനമായത് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച മിടുക്കന്മാരിൽ ഒരാളാണ് ഈ സിനിമയുടെ എഡിറ്ററും റൈറ്ററും ഡയറക്ടറും എല്ലാമായ മിസ്റ്റർ ഡോൺ മാക്സ്. ഒരു സമയത്ത് പ്രത്യേകിച്ച് ഷാജേട്ടൻ്റെ ഒക്കെ സിനിമയിലൂടെ ഇത് ആരാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്, എന്തൊരു വല്ലാത്ത ഇതുവരെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഗംഭീര കട്ട്സുമായിട്ട് വന്ന ഈ എഡിറ്റർ ആരാണെന്ന് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരുപാട് പേരങ്ങനെ ചോദിച്ച് കണ്ടുപിടിച്ച ഒരു പേരാണ് ഡോൺ മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമ, അത് ഈ സിനിമയിലൂടെയും അദ്ദേഹത്തിന്റെ ആ കഴിവ് അദ്ദേഹത്തിന് കൂടുതൽ ഇനിയും മലയാളികളെ ഞെട്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തിനോട് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഷാജേട്ടൻ വളരെ ഗംഭീരമായൊരു വേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുറേ നാളുകളായി അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ അറിയാം അദ്ദേഹം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള എന്താണ് ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്, ഇൻവോൾവ് ആയിട്ടുള്ള എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം പുതിയ നായകൻ മിസ്റ്റർ ആകാശനും അതുപോലെ തന്നെ ഹീറോയിനും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഈ വർഷത്തിന് ആദ്യം തന്നെ ഇതുപോലുള്ള ലെജൻസിനൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിക്കുന്നു. മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഗംഭീര ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഐറ്റിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി നസീറിക്ക നേരത്തെ സംസാരിച്ചപ്പോഴാണ് നിങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ട് 30 വർഷമായി എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴും അവരെ നോക്കൂ, എന്താണല്ലേ നിങ്ങൾ അവിടെ ചെറുപ്പക്കാർ, നിങ്ങളെക്കാളും ചങ്ങായിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. അതിനൊരു വലിയ കൈയടി. സംഭവം സൂചിച്ചു. എന്തായാലും ഇന്നത്തെ ഡ്രസ്സൊക്കെ രണ്ടുപേരുടെ ഇത് പ്ലാൻ ചെയ്തിട്ടതാണോ? ഇതോ അല്ല, എന്തോ അങ്ങനെ വന്നു പോയതാ. ജീൻസ് മാത്രം, പക്ഷെ ഒരേ ടോൺ ആയിട്ടുണ്ട് നിങ്ങളുടെ ഷർട്ട്. ആണല്ലേ, കുറെ കൊല്ലം ഒരുമിച്ചുണ്ടായിരുന്നല്ലേ. അതാണ് ഒരു മനപ്പൊരുത്തം അറിയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോമഡി വേഷങ്ങളോടെ വന്ന് പിന്നീട് ഒരുപാട് സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്ത് ഏത് റോളും അനായാസം പറ്റുമെന്ന് പ്രൂവ് ചെയ്ത 2 ആക്ടേഴ്സ് ആണ്. ആൻഡ് അതുപോലെ ഷാജി ചേട്ടനും ഇത് ഒരു വേഷമാകട്ടെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിഷ് ചെയ്യുന്നു. അറ്റ് ഒരു കരിയറിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ ചേട്ടാ. താങ്ക് യു സോ മച്ച് നമ്മളെ ജോയിൻ ചെയ്തതിൽ. താങ്ക് യു. പ്ലീസ് ബി സീറ്റഡ്. സോ നമ്മൾ നമ്മുടെ CD പ്രകാശന ചടങ്ങ് വളരെ ബ്യൂട്ടിഫുള്ളി കുറച്ചു മുമ്പ് കഴിച്ചു വെച്ചിരുന്നു. ഇനി നമ്മൾ താങ്ക് യു. സോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ CD പ്രകാശന ചടങ്ങ് നല്ല ബ്യൂട്ടിഫുള്ളി കുറച്ച് മുമ്പ് കഴിച്ചു വെച്ചിരുന്നു. ഇനി അടുത്തതായിട്ട് ദ സെക്കൻഡ് മെയിൻ പാർട്ട് ഓഫ് ടുഡേസ് ഈവനിങ്, അതിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ട്രെയിലർ ലോഞ്ച് ഓഫ് ദ ഫിലിം. ആൻഡ് അതിനായി ഞാൻ വേദിയിലേക്ക് നേരത്തെ ക്ഷണിച്ച ആദരണീയരായിട്ടുള്ള കുറച്ച് വ്യക്തികളെ കൂടി വീണ്ടും വൺസ് അഗൈൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. സോ ഫോർ ദാറ്റ് മേ ഐ വെൽക്കം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷാജി കൈലാസ് സർ, ബി ഉണ്ണികൃഷ്ണൻ സർ ആൻഡ് സിബി മലയിൽ സർ, 3 പേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആ ഒരു ഐപാഡിലെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒഫീഷ്യലി നമ്മുടെ ട്രെയിലർ റിലീസ് ആവുന്നതായിരിക്കും. സോ അറ്റ് സിനിമയുടെ ട്രെയിലർ റിലീസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു നമ്മുടെ എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട റെസ്പെക്റ്റഡ് ഷാജി കൈലാസ് സർ, ബി ഉണ്ണികൃഷ്ണൻ സർ ആൻഡ് സിബി മലയിൽ സർ. ഇവർ 3 പേരും ചേർന്നുകൊണ്ടാണ് ആ ഒരു മംഗളകരമായ കർമ്മം നിർവഹിക്കുന്നത്. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. അറ്റ് എന്ന സിനിമയ്ക്ക് ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. Sir, switch അമർത്തിയതിനു ശേഷം you can please be seated. Thank you. സോ സിനിമ
സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡോൺ മാക്സ്, അദ്ദേഹം ഒരു റൈറ്ററാണ്, ഡയറക്ടറാണ്, അതുപോലെ തന്നെ ഒരു എഡിറ്ററാണ്. സോ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾ ദ ഷോട്ട്സ് എല്ലാം ഭയങ്കര രസമായിരുന്നു. സിനിമയുടെ ആ ഒരു സോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ ട്രെയിലർ കാണുമ്പോൾ. ആ ഒരു വെഞ്ചൻസ് ആൻഡ് അതുപോലെ തന്നെ ഒരു റേജ് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം സിനിമയുടെ ട്രെയിലർ ഇഷ്ടമെങ്കിൽ ഒരിക്കൽ കൂടി ഒരു വലിയ കൈഡി നമുക്കാകാം. സോ സി ഡി പ്രകാശനം കഴിഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി 2 പാട്ടുകൾ നമ്മൾ ഇവിടെ കേൾക്കുന്നുണ്ടാകുമെന്ന്. സോ അതിൽ നിന്ന് ഒരു സോങ് ആയിരുന്നു, ശിവ സോങ് ആയിരുന്നു നമ്മൾ ആദ്യം കേട്ടത്. ഇനി ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാൻ ബാക്കിയുണ്ട്. സോ രണ്ടാമത്തെ സോങ് ആയിട്ടുള്ള നദി നമുക്ക് കേൾക്കാൻ ബാക്കിയുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഇവിടെ നമുക്ക് വേണ്ടി ട്രെയിലർ പ്രകാശനം നിർവഹിച്ച ഡയറക്ടേഴ്സ്, അവർക്ക് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാനുണ്ട്. ആദ്യമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ മലയാള സിനിമയിൽ എക്കാലവും നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാനായി ഒരുപിടി നല്ല ചിത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച സിബി സാറിനെ. സിബി മലയിൽ സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഡോൺ മാക്സ് എന്ന് കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഷാജിയും ഉണ്ണികൃഷ്ണനും ഒക്കെ പറഞ്ഞ് ഡോൺ മാക്സിൻ്റെ വർക്കുകളുടെ ഒരു കോളേജിനെ പറ്റിയും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ആളെ ഇന്നാണ് ഇവിടെ വെച്ച് കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഡയറക്ടോറിയൽ വെഞ്ചർ വലിയ വിജയമാകട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിലുള്ള വർക്കായിരിക്കും ഇത്. അത് ഈ ട്രെയിലറും അതിൻ്റെ പാട്ടുകളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളെ അത് വലിയ എക്സൈറ്റഡ് ആക്കുന്ന ഒരു വിഷ്വൽസാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. സിനിമ കാണാൻ കാത്തിരിക്കുന്നു. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി നേരത്തെ ഇവിടെ ഇൻട്രോ പറഞ്ഞപ്പോൾ പറയണ്ടായി, അറ്റ് എന്നത് ഒരു സൈബർ ക്രൈം ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ സിനിമകളുടെ മൈസ്ട്രോ. ഐ തിങ്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മത്തിന് ഇത്രയും ഡിസേർവിംഗ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി, വി കാൻ ഫൈൻഡ് എനി വൺ ബെറ്റർ എന്നുള്ളത്. സോ അടുത്തതായി വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ലെറ്റ്സ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി ഷാജി കൈലാസ് ഓൺ ടു ദ സ്റ്റേജ്. ഷാജി സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഓക്കെ. സോ ഉണ്ണികൃഷ്ണൻ സർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഷാജി സർ സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ഒരു വലിയ കൈയോട് കൂടിയിട്ട് ലെറ്റ്സ് വെൽക്കം ദ റൈറ്റർ, ഡയറക്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ബി ഉണ്ണികൃഷ്ണൻ സർ ഓൺ ടു ദ ഫ്ലോർ. ഷാജിക്ക് വാക്കുകളിൽ വിശ്വാസമില്ല, പ്രവൃത്തിയിലാണ് വിശ്വാസം. അതുകൊണ്ട് ഷാജി സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ആദ്യം അച്ഛന സിനിമയുടെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും നിർമ്മാതാവിനും എല്ലാ ആശംസകളും. ഡോൺ ആദ്യമായി സിനിമയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ എഴുതി ഷാജി സംവിധാനം ചെയ്ത ടൈഗർ എന്ന സിനിമയിലാണ്. അതിലാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഐമാക് മെഷീനായിട്ട് ഡോൺ വരുന്നത്. പിന്നെ ഷാജി എന്നെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഞാൻ ഷാജി ഡോണിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ തന്നെ വളരെ വിപ്ലവകരമായിട്ട് മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു ടൈഗർ. ഡോണിൻ്റെ വരവ്, ഷാജിയുടെ വിഷൻ. ഇപ്പം ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഷാജിയോട് പറയായിരുന്നു, ഷാജിയാണല്ലോ കുറേ അധികം സ്ഥലത്ത് കാണാൻ പറ്റുക എന്ന് പറയുമായിരുന്നു. അത്രയും ഷാജിയും ഡോണുമായിട്ട് സിങ്ക് ആയിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഡോൺ എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരുന്നത് ഇയാളൊരു വ്യക്തിയല്ലെന്നാണ്, ഇയാളൊരു സോഫ്റ്റ്വെയർ ആണോ ആപ്ലിക്കേഷൻ ആണോ എന്നൊക്കെയാണ് പലരും വിചാരിച്ചത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്, ഈ ഡോൺ മാക്സിലാണോ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ എനിക്കപ്പോൾ 10-22 വർഷമായിട്ട് ഡോണിൻ്റെ വർക്കിനെ അറിയാം. ഭയങ്കര ക്വാളിറ്റി വർക്കാണ്, ഹൈലി ടാലൻറ്റഡ് ആണ് ഡോൺ. അപ്പോൾ
എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഇന്നലെ ഡോൺ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നു. ഈ മാർച്ചിൽ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന നിവിൻ പോളി അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഡോണാണ് ചെയ്തത്. അതൊരു 3 ദിവസം കൊണ്ട് അതിഗംഭീരമായിട്ട് ഡോൺ അത് ചെയ്ത് ഇന്നലെ എനിക്ക് തരികയും ചെയ്തു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത് ഈ ഫംഗ്ഷന്, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വിട്ടുപോയതേ എന്ന് തോന്നുന്നു. എന്തായാലും ഡോണിന് എല്ലാവിധ ആശംസകളും. ഷാജി സംസാരിക്കുമോ? ഷാജി ഇല്ല. അപ്പോൾ ഷാജിക്ക് വേണ്ടി കൂടി ഞാൻ ഡോണിനെ ആശംസിക്കുന്നു. കാരണം എല്ലാ രീതിയിലും ഡോണിൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ഷാജി. അതിന് ആദ്യ സാക്ഷിയായ ആളുമാണ് ഞാൻ. കാരണം ഞങ്ങളുടെ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത്. സോ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ പുറകിലും മുമ്പിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസ. ഷാജി സർ സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്. ഓൾ റൈറ്റ്, സോ താങ്ക് യു. ആണോ? എന്നാ ഓക്കെ. ഓക്കെ, സോ എന്തായാലും ഷാജി സാറിന് വേണ്ടിയിട്ട് കൂടി ബി ഉണ്ണികൃഷ്ണൻ സാർ സംസാരിച്ചിരുന്നു. താങ്ക് യു സോ മച്ച്. So next I would like to welcome the producer Sandeep Seva to talk a few words about the film. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അച്ഛൻ്റെ പേര് സേനൻ എന്നാണ്, സെബാൻ എന്നല്ല. 2 പ്രാവശ്യമായിട്ട് പറഞ്ഞു. ഞാൻ സന്ദീപ് സേനൻ, നിർമ്മാതാവ്. എല്ലാവർക്കും ആക്ട് എന്ന് പറയുന്ന ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഡോൺ, ഈ പറഞ്ഞതുപോലെ ഡോൺ എപ്പോഴും ഒരു വിസ്മയമായിരുന്നു. യൂഷ്വൽ ഒരു സിനിമയുടെ എഡിറ്റ് പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് വിസ്മയവുമായി ഞങ്ങളൊക്കെ, എൻ്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ ഡോൺ ഇങ്ങനെ ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ച എഡിറ്ററാണ്. ഞാൻ ആദ്യമായിട്ട് ഡോണിനെ കാണുന്നത് ബാബ കല്യാണിയുടെ ലൊക്കേഷനിലാണെന്ന് തോന്നുന്നു. ഷാജിങ്ങളുടെ തന്നെ പടത്തിൻ്റെ ലൊക്കേഷനിൽ സ്പോട്ട് എഡിറ്ററായിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഡോണിൻ്റെ വർക്ക്സ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം ഡോണിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു മികച്ച എഡിറ്ററാണ്. നല്ല എഡിറ്റേഴ്സ് നല്ല സംവിധായകരാകുന്നു എന്ന് പറയുന്നതിൽ അതിശയമില്ല. അപ്പോൾ ഡോൺ, എനിക്ക് തോന്നുന്നു ഡോണിൻ്റെ 3ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഡയറക്ടോറിയൽ. അപ്പോൾ ഒന്ന് ഡോണിന് എൻ്റെ ആശംസകൾ. ഞാനൊരു വലിയ ശിവഭക്തനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യത്തെ പാട്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചം, ഗൂസ് ബംസ് ഉണ്ടായൊരു പാട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പാട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്തവർക്കും എൻ്റെ ആശംസകൾ, വിനായക് ശശികുമാറിനുൾപ്പെടെ. പിന്നെ ഞാനിവിടെ എത്താൻ മറ്റൊരു കാരണം, ഒന്ന് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്നത് ഷാജുവേട്ടനാണ്. അദ്ദേഹം എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയും ഒരു അതിഗംഭീര നടനുമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ നേരത്തെ ട്രെയിലറിൽ നമ്മൾ കണ്ടത്, പാട്ടിൽ കണ്ടത്, സോറി. അപ്പോൾ അദ്ദേഹം ട്രെയിലറിലും പാട്ടിലും. പിന്നെ എൻ്റെ കുഞ്ഞനിയൻ ആകാശിനെ ഞാൻ സച്ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ കാണുന്നത്. ആകാശിൻ്റെ അമ്മ ചേച്ചിയും എല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലോസ് ഫാമിലി ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആകാശിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഞാനും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. ആൻഡ് ടു ഷാജു പുള്ളി എൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ച് വന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ലൊക്കേഷനിൽ വെച്ച് കാണാൻ പറ്റിയില്ല, എവിടെയെങ്കിലും വെച്ച് കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിനും മറ്റ് ഇതിൽ അഭിനയിച്ച നയന എൻ്റെ സുഹൃത്താണ്. മറ്റ് എല്ലാ ആർട്ടിസ്റ്റ്, ആക്ടേഴ്സ് ആൻഡ് ഓൾ ദ ടെക്നീഷ്യൻസ്, ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. All right, so that was producer Sandeep Senan for you. Next, we have Ashkar Southern talking to you. Ashkar Ga, please come onto the floor. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്നെ ഇങ്ങനെ ഒരു വേദിയിൽ ഗസ്റ്റായിട്ട് വിളിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഹൈസൻ, ബോണി, അസ്നാർ, മനു, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ ഇത്രയും വലിയൊരു സ്റ്റേജിൽ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എൻ്റെ രവിക്കുട്ടൻ, എവിടെ എൻ്റെ DNA സിനിമയുടെ എൻ്റെ ക്യാമറമാനായിരുന്നു. അദ്ദേഹം DNA എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. ഞാൻ DNA സിനിമ ചെയ്തതിൽ അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി. എങ്കിലും ഈ ഒരു സിനിമ ഡോൺ മാക്സിൻ്റെ ഒരു വലിയൊരു ചിത്രമായി മാറട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ എനിക്ക് ഒരുപാട് പറയാനില്ല, എഡിറ്റിങ്ങിനെ പറ്റിയോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഡോൺ മാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഷാജി കല സാറും ഉണ്ണികൃഷ്ണ സാറും അവർക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവരോടും ഒരുപാട് നന്ദി. ഷാജു ചേട്ടാ, നസീർക്ക, ഷാജു ചേട്ടാ, എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു. ഈ പടം ഒരു വലിയ വിജയമായി മാറട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Thank you so much for your words. Next, I would like to welcome the producer Maha Subair onto the floor. Okay, so sir already he left. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ദ ഡയറക്ടർ കണ്ണൻ താമരക്കുളം സർ. വേദിയിലേക്ക് ദയവായി കടന്നു വരിക. നമ്മുടെ ഓഡിയൻസിനോട് 2 വാക്ക് സംസാരിക്കൂ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏറെ ആരാധിക്കുന്ന ഷാജി കല സാർ, സിബി മലയിൽ സാർ, ഉണ്ണിയേട്ടൻ, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റിയ സന്തോഷം. ഏറെ പ്രിയപ്പെട്ടവരുടെ ഒരു സിനിമയാണ്. കാരണം ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴും അല്ലാതെ തന്നെ എനിക്കിതിന്റെ കഥ അറിയാം. പിന്നെ ഡോൺ മാക്സ് എത്രത്തോളം മികച്ച ഒരു ടെക്നീഷ്യനാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ DOP രവിചന്ദ്രൻ എന്നോടൊപ്പം നിരവധി സിനിമകൾ ചെയ്ത് എക്സ്ട്രീം ടാലന്റഡ് ആയിട്ടുള്ള ഒരു DOP ആണ്. അപ്പോൾ ഇവര് ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വിഷ്വലി ഒരു ഗംഭീര സംഭവം ഉണ്ടാവും. അതേപോലെ മൾട്ടി ടാലന്റഡ് ആണ് നമ്മുടെ ഷാജി ചേട്ടൻ. അപ്പോൾ ഷാജി ചേട്ടന് കുറേ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ കഴിവിനൊത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഒരു കഴിവ് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സിനിമ നസീറേട്ടൻ, ഷാജോൺ ചേട്ടൻ, എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഒരു വലിയ വിജയമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടമാണ്. ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത്. ഇതൊരു ഗംഭീര സിനിമ ആവട്ടെ, എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. താങ്ക് യു. Thank you, sir. And now we are moving on to the release of the second song. രണ്ടാമത്തെ പാട്ട് നദിയെ എന്ന സോങ് നമുക്ക് കേൾക്കാം. ആൻഡ് അത് റിലീസ് ചെയ്യാനായിട്ട് അവിടെ നിങ്ങളുടെ കൺവീനിയൻസിൽ ഇരുന്ന് ആ ഒരു സ്വിച്ച് ഓൺ കർമ്മം നിങ്ങൾ ചെയ്താൽ മതി. ഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണപ്രഭ ചേച്ചി ആൻഡ് ശോഭേച്ചി. നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ റിമോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാം. അവിടെ ഇരുന്നൊന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ മതി. സോ നദിയെ എന്ന പാട്ടാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കേട്ടത്. ഈ ഒരു സോങ്ങിന്റെ ലിറിക്സ് ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജിസ് ജോയ് ചേട്ടൻ എഴുതിയത്. ആൻഡ് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് 4 മ്യൂസിക്സ് ആണ്. ആൻഡ് 4 മ്യൂസിക്സിന്റെ 3 പേര് മുൻപ് നമ്മളോടൊപ്പം ഈ വേദിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജിം, വിപ്പി ആൻഡ് എൽദോസ്. സോ 4 മ്യൂസിക്സ് ആണ് അടുത്തതായി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ പോകുന്നത്. മേ ഐ വെൽക്കം ടീം 4 മ്യൂസിക്സ് ഓൺ ടു ദ ഫ്ലോർ.
നമസ്കാരം. ഒരുപാട് സന്തോഷം ഇന്നിങ്ങനെ ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കുറച്ച് മുമ്പ് ഞങ്ങളുടെ പടം ഉണ്ടായിരുന്ന ആഘോഷം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ പടം. ആൻഡ് അതിനുശേഷം അടുത്തൊരു ഓഡിയൻസിന് വന്നോടെ നിൽക്കാൻ പറ്റി. ഞങ്ങൾ ഷാജി സാറിനെ എലോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോൺ ചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോൺ ചേട്ടൻ പറഞ്ഞ 2 പാട്ടുണ്ട് അതിനകത്ത് ചെയ്യണം. അപ്പോൾ ഇതൊരു പാട്ട് നദിയെ, ആൻഡ് വൺ മോർ സോങ് ഇടയ്ക്ക് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഴുകി ഒഴുകുന്നൊരു സോങ്. ആ സോങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 സോങ്